നമസ്കാരം. കേരളത്തിലെ അനുകരണ കലയിലൂടെ പ്രശസ്തരായ കലാകാരന്മാരെ അണിനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഭാസംഗമ പരിപാടിയാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. ഈ പ്രതിഭാസംഗമ പരിപാടിയിലേക്ക് നിങ്ങൾക്കേവർക്കും ഊഷ്മളമായ സ്വാഗതം. അനുകരണ കലയ്ക്ക് പുതിയ ഭാവങ്ങൾ കണ്ടെത്തിയ ഒരു കലാകാരനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മിസ്റ്റർ രമേശ്. ഇതെന്താ താൻ കൈയടിച്ചോണ്ട് വരുന്നത്? ആരും കൈയടിച്ചില്ല, അതുകൊണ്ട് ഞാൻ അടിച്ചു. അത്ര ശരി, ആരും കൈയടിച്ചില്ല, അന്നേരം താൻ കൈയടിക്കും. പിന്നെ വേണ്ടേ? ഓക്കെ, താങ്കൾ നടന്മാരെയൊക്കെ എടുക്കുമോ? നടന്മാരെ എടുക്കുമോ എന്ന് ചോദിച്ചാൽ ഇന്ദ്രൻസിനെയൊക്കെ വേണമെങ്കിൽ ഞാൻ ഒരു വിധത്തിനങ്ങ് എടുക്കാം. പക്ഷെ കൊച്ചിൻ കനീഫയൊന്നും പറ്റത്തില്ല. അതെന്താ പറ്റത്തില്ലാത്ത? നല്ല തടിയല്ലേ, ഞാൻ പൊക്കിയ പൊങ്ങത്തില്ല. രമേശ്, ഞാൻ ഉദ്ദേശിച്ച അതല്ല. പിന്നെ താങ്കൾ ആരെയൊക്കെ അനുകരിക്കും എന്നാണ് പറയേണ്ടത്. അനുകരിക്കുന്നത് ആരെയാന്നൊക്കെ ചോദിച്ചാൽ ഈ സിനിമ നടന്മാരുടെ ശബ്ദം ഞാൻ അത്ര അനുകരിക്കാറില്ല. ഇല്ല, ഞാൻ കൂടുതലും അനുകരിക്കുന്നത് ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഒരാഴ്ചയിൽ ചുരുങ്ങിയത് ഒരു 21 മണിക്കൂറെങ്കിലും TV കാണുന്നുണ്ടെന്നാണ് കണക്ക്. തീർച്ചയായിട്ടും കാണാറുണ്ട് അല്ലേ? പിന്നെ അപ്പൊ ഇത്ര ആൾക്കാർ ദിവസവും TV-യിലൂടെ കാണുന്ന ശബ്ദങ്ങൾ, TV-യിലൂടെ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്ന ശബ്ദങ്ങൾ, TV-യിലൂടെ കേൾക്കുന്ന ശബ്ദങ്ങൾ, അതുപോലുള്ള ശബ്ദങ്ങൾ മാത്രമേ ഞാൻ അനുകരിക്കാറുള്ളൂ. അതെ. അപ്പൊ താങ്കൾ ആദ്യമായിട്ട് ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്? അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. എന്താണ്? പ്രതിഭാ സംഗമം അല്ലേ? അതെ. ഞാൻ എന്റെ കൂട്ടത്തിൽ 3-4 ഫ്രണ്ട്സിനെ കൊണ്ടുവന്നിട്ടുണ്ടെന്നേ. താങ്കളുടെ സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. സൂപ്പർ മിമിക്രിക്കാര്, വളരെ വെറൈറ്റി ആയിട്ട് ചെയ്യുന്നവരാണ്. അവര് നടന്മാരുടെ ശബ്ദം അനുകരിക്കും, പക്ഷെ കംപ്ലീറ്റ് വെറൈറ്റി നടന്മാരായിരിക്കും. വെറൈറ്റി നടന്മാരെ? ഓക്കെ, നമുക്ക് അവരെ വിളിക്കാം. സൗകര്യം പോലെ അവരെ വിളിക്കാം. ഓക്കെ. താങ്കൾ ആദ്യമായിട്ട് വെറൈറ്റി ആയിട്ട് ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്നൊന്ന് പറയും. എന്താ ചെയ്യാൻ പോകുന്നത് ചോദിച്ചാൽ, ഈ ഏഷ്യാനെറ്റിൽ ഇവർക്കൊക്കെ അറിയാം ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള വാർത്താധിഷ്ഠിത പരിപാടിയാണ് TN ഗോപകുമാർ അവതരിപ്പിക്കുന്ന കണ്ണാടി. കറക്റ്റ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയും കളിയാക്കാൻ വേണ്ടി അല്ലാതെ നമുക്ക് TN ഗോപകുമാറിന്റെ ഒരു കണ്ണാടി പ്രോഗ്രാം ആദ്യം അങ്ങ് അവതരിപ്പിക്കാം. ഓക്കെ, കണ്ണാടി കാണാം. അപ്പൊ TN ഗോപകുമാറിന്റെ ഒരു കണ്ണാടി. മാന്യ പ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് വീണ്ടും സ്വാഗതം. 2004 അവസാനിക്കുമ്പോൾ കണ്ണാടി തിരിഞ്ഞു നോക്കുകയാണ്. തിരിഞ്ഞു നോക്കുന്ന കണ്ണാടി കാണുന്ന ഏറ്റവും വലിയ കാര്യം ആന്റണി മന്ത്രിസഭയുടെ പതനമാണ്. കണ്ണാടി കണ്ടത് ഇങ്ങനെയാണ്. 2004 ആരംഭത്തിൽ മായമ്മ എന്ന പരമ്പരയിലെ മായമ്മ മാറുകയുണ്ടായി. മായമ്മയുടെ ഈ തിരോധാനത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് ശ്രീ VS അച്യുതാനന്ദൻ ഇങ്ങനെ പ്രതികരിച്ചു. ഇറങ്ങിപ്പോകുവാനായി നിയമസഭയിൽ ചെന്ന ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. മായമ്മ പോയത് ആന്റണി സർക്കാരിൻ്റെ അനാസ്ഥ കൊണ്ടു മാത്രമാണ്. നാണമില്ലേ ആന്റണി? മായമ്മയും കൂടെ പോയ സ്ഥിതിക്ക് അധികാരത്തിൽ തുടരാൻ നാണമില്ലേ ആന്റണി? ആന്റണി ആന്റണി അച്യുതാനന്ദന്റെ ഈ വാക്കുകളോട് മുഖ്യമന്ത്രി AK ആന്റണി സ്വതസിദ്ധമായ ശൈലിയിൽ പ്രതികരിച്ചു. വളരെ മൃഗീയവും വളരെ പൈശാചികവുമായ ആരോപണമാണിത്. സർക്കാരിൻ്റെ ഖജനാവിൽ 10 പൈസയില്ല ആരോട് ചോദിക്കാൻ വേണ്ടി തരികയില്ല. ഇതിൻ്റെ ഇടയിൽ എൻ്റെ പൊന്നു മോളെ മായമ്മ, മോൾ എവിടെ പോയെങ്കിലും എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് മടക്കി വരിക. ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുന്ന K കരുണാകരൻ ഈ വാക്കുകളോട് തീർത്തും മറ്റൊരു രീതിയിൽ പ്രതികരിച്ചു. ആന്റണി എന്ത് പറഞ്ഞു? ആന്റണിക്ക് ഭരണമെന്ന പണി അറിയില്ല. അറിയാമായിരുന്നെങ്കിൽ മായമ്മ പോവില്ലല്ലോ. ഇനിയിപ്പോൾ പോയ മായമ്മ ആര് കൊണ്ടുവരും? ഇനിയിപ്പോൾ പോയ മായമ്മേ എൻ്റെ മുരളി കൊണ്ടുവരും. അവനെ അത് കഴിയൂ. ഇതോടുകൂടി ഈ കണ്ണാടി